നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 754th day. Today 34th sloka of Pradhamaskanda 7th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 754 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 34ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ ഭൃതാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്താരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 34ാമത്തെ ശ്ലോകം. ശിബിരായ നിനീശന്തം രജ്വാ ബദ്ധ്വാരിഭും ബലാത് പ്രാഹാർജുനം ഭൃഗുവിദോ ഭഗവാനംബുജേക്ഷണ. ഓം തത്സത്. ശിബിരായ നിനീശന്തം രജ്വാ ബദ്ധ്വാരിഭും ബലാത് പ്രാഹാർജുനം പ്രകുപിത ഭഗവാനംബുജേക്ഷണ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ശിബിരായ നിനീശന്തം രജ്വാ ബദ്ധ്വാ രിപും ബലാത് പ്രാഹ അർജുനം പ്രകുപിത ഭഗവാൻ അംബുജേക്ഷണ. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. ശിബിരായ എന്ന് പറഞ്ഞാൽ കൂടാരത്തിലേക്ക്, പടക്കളത്തിൽ നിർമ്മിക്കുന്ന കൂടാരങ്ങൾക്കാണ്, ടെൻറ്റുകൾ മാതിരി നിർമ്മിക്കുന്നതിനെയാണ് ശിബിരം എന്ന് പറയുക. ശിബിരത്തിൽ വെച്ചായിരുന്നു അശ്വത്ഥമാവ് ആ കുഞ്ഞുങ്ങളെ കൊന്നത്. ഗൃഹത്തിനാണ് ശിബിരം എന്ന് പറയുക. ശിബിരായ നിനീശന്തം കൊണ്ടുപോകാൻ ശ്രമിക്കുക, പിടിച്ചു വലിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന. രജ്വ എന്ന് പറഞ്ഞാൽ കയറ്. ബദ്ധ്വ ബന്ധിച്ചിട്ട്, കയർ കൊണ്ട് ബന്ധിച്ചിട്ട് ശിബിരത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന. അർജുനഃ പ്രാഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞു. അർജുനനോട്. പ്രകുപിതോ ഏറ്റവും കോപിച്ചവനായിട്ട്. ഭഗവാനായിട്ടുള്ള. അംബുജേക്ഷണ താമര കണ്ണനായിട്ടുള്ള, താമരയുടെ ഇതൾ പോലുള്ള കണ്ണുകളോട് കൂടിയ ഭഗവാൻ. ഇങ്ങനെയാണ് അർത്ഥം വരുന്നത്. അതായത് ശത്രുവിനെ കയർ കൊണ്ട് ബന്ധിച്ചിട്ട് തൻ്റെ ശിബിരത്തിലേക്ക്, പടക്കളത്തിലുള്ള കൂടാരത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന അർജുനനോട് ഭഗവാനായിട്ടുള്ള, താമരക്കണ്ണനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ വളരെയധികം കോപിച്ചവനായിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഭഗവാന് ആ അശ്വത്ഥമാവിനെ അർജുനൻ കയർ കൊണ്ട് ബന്ധിച്ച് ശിബിരത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള മാതിരി കോപിച്ചിട്ട് അർജുനനോട് പറയുകയാണ് എന്നാണ് ശ്ലോകത്തിൽ പറയുന്നത്. അർജുനൻ്റെ ധർമ്മബോധം മനസ്സിലാക്കുവാൻ വേണ്ടിയും അർജുനനെ പരീക്ഷിക്കുവാനും വേണ്ടിയാണ് ഭഗവാൻ ഇപ്രകാരം കോപിച്ചവനായിട്ട്. ഭഗവാന് ആരോടും കോപമോ ദേഷ്യമോ ഒന്നും തന്നെ ഇല്ല. എങ്കിലും അർജുനൻ്റെ ധർമ്മബോധത്തെ അറിയുവാൻ വേണ്ടി ഭഗവാൻ കോപിച്ചതുമാതിരി അഭിനയിച്ചിട്ട് പറയുകയാണ് എന്നാണ് പറഞ്ഞത്. ഭഗവാൻ പറയുന്ന വാക്കുകൾ അടുത്ത ശ്ലോകങ്ങളിലായിട്ട് വരുന്നുണ്ട്. ഭഗവാൻ കോപിച്ചവനായിട്ട് പറയാൻ കാരണം, ഇവൻ്റെ അശ്വത്ഥമാവിൻ്റെ തലയറുത്ത് ഞാൻ കൊണ്ടുവന്ന് ആ തലയുടെ മുകളിലിരുന്ന് വേണം നീ നമ്മുടെ മക്കളുടെ കർമ്മം ചെയ്യാൻ എന്നാണ് അർജുനൻ ശപഥം ചെയ്തത്. എന്നാൽ ഇപ്പോൾ അർജുനൻ അവനെ കൊല്ലാതെ കയർ കൊണ്ട് ബന്ധിച്ചിട്ട്
ബലാത്കാരമായി പിടിച്ചു വലിച്ച് ശിബിരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കയറുകൊണ്ട് ബന്ധിച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കൊന്നിട്ടില്ല. അതുകൊണ്ടാണ് ഭഗവാന് കോപം വന്നത്. കൊല്ലുമെന്ന് പറഞ്ഞിട്ട് കൊല്ലാതെ കയർ കൊണ്ട് ബന്ധിച്ച് കൊണ്ടുപോകുന്നത് കൊണ്ട് ഭഗവാന് കോപം വരികയും ആ കോപത്തോടു കൂടി അർജുനനോട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. കോപിക്കാൻ കാരണം വാക്ക് പാലിക്കാതെ കൊല്ലാതെ കൊണ്ടുപോവുകയാണ്. എത്രയും ദുഷ്ടനാണ് അശ്വത്ഥാമാവ്. അവനെ കൊല്ലുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, നീ ശബ്ദം ചെയ്തതുമാണ് എന്നുള്ള തരത്തിലൊക്കെ ഭഗവാൻ ചിന്തിക്കുകയാണ്. ഇവിടെ അർജുനനെ പരീക്ഷിക്കുവാൻ വേണ്ടി ഭഗവാൻ ഇപ്രകാരം പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ശിബിരായ നിനീഷന്തം രജ്വാ ബദ്ധ്വാരിപും ബലാത് പ്രാഹാർജുനം പ്രകുപിതോ ഭഗവാനംബുജേക്ഷണ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും ആയുരാരോഗ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.